വെൽക്കം ബാക്ക്. നമ്മൾ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ പറയുന്ന ക്യാൻസലേഷൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്. സോ എഗെയിൻ ഇവിടെ കുറേ ഫോമുകൾ കയറി വരും. നമ്മൾ പറയുന്നത് പോലെ ഒരു പേനയും പേപ്പറും എടുത്ത് കൈ വെക്കുക, ആ ഫോമുകൾ ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കാൻ നോക്കുക. കുറച്ചും കൂടെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് ഓക്കെ നോക്കി ദ പ്രൊസീജിയർ ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ ദ GST. എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ, അപ്ലിക്കേഷൻ ഫോർ ക്യാൻസലേഷൻ ഇൻ GST REG 16. അതായത് GST REG ഫോം 16 അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നത് പോലെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കാം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, എ പ്രോപ്പർ ഓഫീസർ ക്യാൻ സെൻഡ് ദ ഷോക്കോസ് ഓർ ക്യാൻസലേഷൻ നോട്ടീസ് ടു ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻ GST REG ഫോം 16. സോ 16-നകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കുന്നു. 17-നകത്ത് ഫോം നമ്പർ 17-നകത്ത് അതിന്റെ ഷോക്കോസ് നോട്ടീസ് നമുക്ക് തിരിച്ചിങ്ങോട്ട് അയക്കുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ, ദ കൺസേൺ പേഴ്സൺ മസ്റ്റ് റിപ്ലൈ ബാക്ക് in this form within 7 days of notice explaining why her registration should not be cancelled. മനസ്സിലായി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്യേണ്ട എന്ന് പറയുന്ന സാധനം നമ്മൾ ഏത് ഫോമിനകത്ത് 18-നകത്ത് കൊടുക്കണം. മനസ്സിലായി. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദിസ് ഫോം വിൽ ബി യൂസ്ഡ് ബൈ ദ പ്രോപ്പർ ഓഫീസർ ടു ഇഷ്യൂ എ ഫോർമൽ ഓർഡർ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. This order is to be sent within 30 days from the application date or from the date of response in GST REG 18. മനസ്സിലായി. സോ ക്യാൻസലേഷൻ ഓർഡർ വരുന്നത് ഏത് ഫോമിനകത്താണ്, GST REG 19 എന്ന് പറയുന്ന ഫോമിനകത്താണ്. And the last one, if the proper officer is satisfied with the explanation, he can use this form to drop the cancellation proceeding and pass the formal order in GST REG 20. മനസ്സിലായി. അതായത് 16 പ്രകാരം ക്യാൻസലേഷൻ ഓർഡർ കൊടുക്കുന്നു. 17 പ്രകാരം ഷോക്കോസ് നോട്ടീസ് എന്താണെന്ന് വെച്ചാൽ അയക്കുന്നു. 18 7 ദിവസം കൊണ്ട് നമ്മൾ ഇപ്പോൾ പ്രോപ്പർ ഓഫീസർ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ഏത് പ്രകാരം? 18 പ്രകാരം കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻസ് എല്ലാം ഓക്കെ ആണ്, പുള്ളിക്കാരൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 20 പ്രകാരം ആ ക്യാൻസലേഷനെ വേണ്ടാന്ന് വെക്കും, അല്ലെങ്കിൽ ആ രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെ വേണ്ടാന്ന് വെക്കും 20 പ്രകാരം. ഇനി അത് ഓക്കെ അല്ല, സാറ്റിസ്ഫാക്ടറി അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫോം നമ്പർ 19 പ്രകാരം എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ. എങ്ങനെയായിരുന്നു? 16 പ്രകാരം ക്യാൻസലേഷൻ അപ്ലിക്കേഷൻ കൊടുക്കുന്നു. നമ്മൾ വോളണ്ടറിലി അല്ലെങ്കിൽ ഈ ടാക്സ് പെയർ ആണ് ചെയ്യുന്നതെങ്കിൽ 16 പ്രകാരം ചെയ്യുന്നു. ഓക്കെ, ഇനി അതങ്ങനെയല്ല, GST ഓഫീസർ തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 17 പ്രകാരം നമുക്ക് ഇങ്ങോട്ട് നോട്ടീസ് അയക്കും, രജിസ്റ്റേർഡ് പേഴ്സണിന് നോട്ടീസ് അയക്കുന്നു. എന്താണ് കാരണം എന്നൊക്കെ രീതിയിൽ 17 പ്രകാരം അയക്കുന്നു. നമ്മൾ 7 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 7 ദിവസം കൊണ്ട് ആ രജിസ്റ്റേർഡ് പേഴ്സൺ 7 ദിവസം കൊണ്ട് ഈ വന്നിരിക്കുന്ന നോട്ടീസിന് റിപ്ലൈ അയക്കണം. ഏതിനകത്ത്? 18-നകത്ത്. നമ്മൾ കൊടുത്തിരിക്കുന്ന റിപ്ലൈ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ ക്യാൻസൽ ചെയ്യില്ല. ഓക്കെ, ഏത് ഫോം പ്രകാരം? GST REG 20 പ്രകാരം. ഇനി അത് അങ്ങനെയല്ല, ഓക്കെ, സാറ്റിസ്ഫാക്ടറി അല്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ സമയത്തുണ്ടെങ്കിൽ നമ്മൾ ചെയ്തില്ല എന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, ദ ഓർഡർ ഈസ് സെൻഡ് വിത്തിൻ 30 days ഫ്രം ദ അപ്ലിക്കേഷൻ ഡേറ്റ് ഓർ ഫ്രം ദ ഡേറ്റ് ഓഫ് റെസ്പോൺസ് ഇൻ GST REG 18. മനസ്സിലായി. ഏത് പ്രകാരം? 18 പ്രകാരം നോട്ടീസിന് സാറ്റിസ്ഫാക്ടറി ആയിട്ട് കൊടുത്തില്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ GST REG 19 പ്രകാരം എന്ത് ചെയ്യും, ക്യാൻസലേഷൻ ഓർഡർ വരും. മനസ്സിലായി. ഈ 2 സ്റ്റെപ്പുകളൊന്ന് ആലോചിച്ചാൽ മതി. ഇത് 16-നകത്ത് നമ്മൾ വളണ്ടറിലി ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ 17 പ്രകാരം അവരോട് നമ്മളോട് ചോദിക്കുന്നു, 18 നമ്മൾ റിപ്ലൈ കൊടുക്കുന്നു. അത് ഓക്കെ ആണെങ്കിൽ 20 പ്രകാരം ക്യാൻസൽ ചെയ്യും. അത് ഓക്കെ അല്ലെങ്കിൽ 19 പ്രകാരം എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. മനസ്സിലായി. 20 പ്രകാരം രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞേ, ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള പ്രൊസീജിയർ അങ്ങ് ക്യാൻസൽ ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനം ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ. ഇനി രജിസ്ട്രേഷനെ ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുള്ളത്, നോക്കി, റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സെക്ഷൻ 30. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഫുൾ ആയിട്ട് നമ്മൾ പറഞ്ഞ സെക്ഷൻ 29-നകത്തായിരുന്നു. ഇവിടെ സെക്ഷൻ 30-നകത്ത് പറയുന്നത് റിവോക്കേഷനെ അസാധുവാക്കുക. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സാധനത്തിനെ അസാധുവാക്കാൻ പോകുക. അതിന്റെ അർത്ഥം എന്താ? രജിസ്ട്രേഷൻ വീണ്ടും നമുക്ക് കിട്ടും. മനസ്സിലായി. നോക്കാം. That means, as per section 31 of the CGST Act 2017, subject to such condition as may be prescribed, any registered person whose registration is cancelled by the proper officer in his own motion
may apply to such officer for revocation of cancellation of registration in the prescribed manner within 30 days from the date of service of the cancellation order. മനസ്സിലായി? അതായത് ഈ പറഞ്ഞതുപോലെ ക്യാൻസലേഷൻ ഓർഡർ ആണ് വരുന്നതെങ്കിൽ ഓക്കെ അതിനെ റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ GST ഓഫീസർ അയച്ചിരിക്കുന്ന ക്യാൻസലേഷൻ ഓർഡറിനെ റിവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതയക്കാം, നോട്ടീസ് അയക്കാം. ആ പ്രിസ്ക്രൈബ്ഡ് മാനർ പറയുന്നുണ്ട്, അത് നമുക്ക് വഴിയെ പഠിക്കാനുണ്ട്. ഇനി നോക്കി, ആസ് പെർ സെക്ഷൻ 30 subsection 2 of the CGST Act 2017, the proper officer may in such manner and with such period as may be prescribed by order either revoke cancellation of the registration or reject the application. മനസ്സിലായി? അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ആ ഡേയ്സിനുള്ളിൽ ആർക്ക് ഈ പറയുന്ന പ്രോപ്പർ ഓഫീസർക്ക് ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന ക്യാൻസലേഷൻ പ്രൊസീജിയറിനെ റിവോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ ഏത് 31 പ്രകാരം കൊടുത്തിരിക്കുന്ന ഇതിനെ റിജക്ട് ചെയ്യാം, അപ്ലിക്കേഷനെ റിജക്ട് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? ദാറ്റ് മീൻസ് ക്യാൻസലേഷൻ പ്രൊസീഡിങ്സ് ആണ് നടന്നുകൊണ്ടിരിക്കണേ. സോ നമുക്ക് വേണമെങ്കിൽ സെക്ഷൻ 30 സബ്സെക്ഷൻ 1 പ്രകാരം നമുക്ക് വേണമെങ്കിൽ റിവോക്കേഷൻ എന്ന് പറയുന്ന സാധനം കൊടുക്കാം. അതായത് ക്യാൻസൽ ചെയ്യണ്ട, ക്യാൻസലേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിനെ അസാധുവാക്കണം എന്ന് പറഞ്ഞ് ചെയ്യാം. എന്താ എങ്ങനെയാ? ക്യാൻസലേഷൻ ഓർഡർ വന്ന് 30 ദിവസത്തിനുള്ളിൽ. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? കഴിഞ്ഞ കാലത്ത് നമ്മൾ GSTR 19 പ്രകാരം ക്യാൻസലേഷൻ ഓർഡറിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ക്യാൻസലേഷൻ ഓർഡർ വന്ന് വിത്തിൻ 30 ഡേയ്സ് നമുക്ക് വേണമെങ്കിൽ ആ റിവോക്കേഷൻ കൊടുക്കാം. അതായത് നമ്മുടെ സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ക്യാൻസൽ ആക്കരുത് എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കാം. എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിൽ. അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ കൊടുത്താൽ അടുത്തത് സെക്ഷൻ 30 സബ്സെക്ഷൻ 2 പ്രകാരം ഈ പറയുന്ന രജിസ്റ്റേർഡ് ഓഫീസർക്ക് അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർക്ക് എന്ത് ചെയ്യാം? ഒന്നില്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ സ്വീകരിക്കാം, അല്ലെങ്കിൽ അതിനെ റിജക്ട് ചെയ്യാം. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് നോക്കി, പ്രൊവൈഡഡ് ദാറ്റ് ദ ആപ്ലിക്കേഷൻ ഓഫ് റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഷാൾ നോട്ട് ബി റിജക്റ്റഡ് അൺലെസ് ദ ആപ്ലിക്കന്റ് ഹാസ് എൻ ഗിവിംഗ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹെർഡ്. സോ അസസിംഗ് ഓഫീസർക്ക് അല്ലെങ്കിൽ ആ പ്രോപ്പർ ഓഫീസർക്ക് ആപ്ലിക്കേഷൻ ഈ പറയുന്ന റിവോക്കേഷൻ്റെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന രജിസ്റ്റേർഡ് പേഴ്സണ് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു മനസ്സും കൂടെ വേണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കൊടുക്കണം. മനസ്സിലായി? ആൻഡ് ആസ് പെർ സെക്ഷൻ 30 സബ്സെക്ഷൻ 3 ഓഫ് ദ CGST Act 2017, ദ റിവോക്കേഷൻ ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ അണ്ടർ ദ സ്റ്റേറ്റ് and Service Tax Act or the Union Territory Goods and Service Tax Act, as the case may be, shall be deemed to the revocation of cancellation of registration under this act. അവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഏതാ? സ്റ്റേറ്റ് ഗവൺമെന്റ് മറ്റേ നമ്മുടെ യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റിന്റെ പ്രകാരം ആണ് ഈ റിവോക്കേഷൻ എങ്കിൽ അത് ഏത് പ്രകാരമുള്ളതായിട്ട് കണക്കാക്കും? CGST പ്രകാരമുള്ളതായിട്ട് തന്നെ കണക്കാക്കും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ റിവോക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. എപ്പോഴാണോ അവർ ഈ പറയുന്ന അപ്ലിക്കേഷൻ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് വിത്തിൻ 30 ഡേയ്സ് നമുക്ക് ആ ക്യാൻസലേഷൻ ചെയ്യരുത് എന്ന് പറഞ്ഞ് റിവോക്കേഷൻ അപ്ലിക്കേഷൻ കൊടുക്കാം. ആ റിവോക്കേഷൻ അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അസസിംഗ് ഓഫീസർക്ക് തീരുമാനിക്കാം ഈ അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യണോ അല്ലെങ്കിൽ അത് സ്വീകരിക്കണോ എന്ന്. അങ്ങനെ റിജക്ട് ചെയ്യുന്നതിന് മുമ്പ്, റിവോക്കേഷൻ്റെ അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നതിന് മുമ്പ്, ദാറ്റ് മീൻസ് ക്യാൻസലേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഈ പറയുന്ന ആൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, അങ്ങേർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി അതിൻ്റെ പ്രൊസീജിയറാണ് നമ്മൾ പഠിക്കാൻ പോണേ. അവിടെ GST REG 20 വരെയാണെങ്കിൽ ഓക്കെ, the application for revocation of cancellation of registration within 30 days from the date of service of the order of the cancellation of the registration. ഏത് പ്രകാരം? GST REG 21 പ്രകാരം. അതായത് GST REG 19 കിട്ടി 30 ദിവസത്തിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? GST REG 21 പ്രകാരം നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യരുത്, റിവോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാം. ആൻഡ് for justified reason, the proper officer shall revoke cancellation of registration within 30 days of the application or receipt of clarification by passing an order. ഏത് പ്രകാരം? GST REG 22 പ്രകാരം എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ ക്യാൻസലേഷൻ പ്രൊസീജിയറിനെ റിവോക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് for unjustified reason, the proper officer shall issue a show cause notice in GST REG 23. മനസ്സിലായല്ലോ? അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന റിവോക്കേഷൻ്റെ നോട്ടീസിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തല്ല പുള്ളിക്കാരന് സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയില്ലെങ്കിൽ ഒരു ഷോ കോസ് നോട്ടീസ് അയക്കാം. ഏത് പ്രകാരം? GST REG 23 പ്രകാരം. മനസ്സിലായോ? ഓക്കെ, ഇനി അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കണം. 7 ദിവസത്തിനുള്ളിൽ നമ്മൾ റിപ്ലൈ കൊടുക്കണം. ഏത് ഫോമുല? GST REG 24 എന്ന് പറയുന്ന ഫോമിനകത്ത്. സോ വൺസ് അഗൈൻ 21 പ്രകാരം 19 പ്രകാരമാണ് നമുക്ക് ക്യാൻസലേഷൻ ലെറ്റർ കിട്ടണേ. 21 പ്രകാരം ആ ക്യാൻസലേഷൻ റിവോക്ക് ചെയ്യാം എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി 22 പ്രകാരം നമ്മളോട് പറഞ്ഞ എന്ത് ചെയ്യാം? അതായത് അത് ഓക്കെ ആണെങ്കിൽ അത് സ്വീകരിക്കാം. ഇനി 23 പ്രകാരമാണെങ്കിലോ അത് അൺജസ്റ്റിഫൈഡ് റീസൺ ആണെന്ന് മനസ്സിലായാൽ ഒരു ഷോ കോസ് നോട്ടീസ് അയക്കാം. ഓക്കെ, അതിന് ആൻസർ അതായത് അസസിംഗ് ഓഫീസർ അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർ അയച്ച മറുപടിക്ക് നമ്മൾ പ്രോപ്പറായിട്ട് റീസൺ പറയണം വിത്തിൻ 7 days. ഏത് ഫോമിനകത്താണ്? GST REG 24 എന്ന് പറയുന്ന ഫോമിനകത്ത്.
സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഫോർ ജസ്റ്റിഫൈഡ് റീസൺ ദ പ്രോപ്പർ ഓഫീസർ ഷാൽ റിവോക്ക് ക്യാൻസലേഷൻ. ദാറ്റ് മീൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അവർക്ക് ജസ്റ്റിഫൈഡ് റീസൺ ആണ് എന്ന് മനസ്സിലായാൽ, ഓക്കെ, ആ ഷോക്ക് കോസ് നോട്ടീസിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ജസ്റ്റിഫൈഡ് റീസൺ ആണെന്ന് മനസ്സിലായാൽ, നോക്കി, ദ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ വിത്തിൻ 30 days ഓഫ് അപ്ലിക്കേഷൻ ഓഫ് റെസീപ്റ്റ് ഓഫ് ക്ലാരിഫിക്കേഷൻ ബൈ ദ പാസിംഗ് ഓർഡർ. എന്ത് ചെയ്യാം? 30 ദിവസത്തിനുള്ളിൽ GST RAG 22 പ്രകാരം ക്യാൻസലേഷൻ പ്രൊസീഡിങ്സിനെ റിവോക്ക് ചെയ്യാം, വേണ്ടാന്ന് വെക്കാം. ദാറ്റ് മീൻസ് രജിസ്ട്രേഷൻ വീണ്ടും കൊടുക്കാം എന്നർത്ഥം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഫോർ അൺജസ്റ്റിഫൈഡ് റീസൺ. മനസ്സിലായി? അതായത് ഷോക്ക് കോസ് നോട്ടീസ് വന്നു, അത് വീണ്ടും അൺജസ്റ്റിഫൈഡ് ആണെന്ന് മനസ്സിലായാൽ എന്ത് ചെയ്യാം? റിവോക്കേഷൻ, ആ അപ്ലിക്കേഷൻ തന്നെ അങ്ങ് റിജക്ട് ചെയ്യാം. ഏതിനകത്ത്? GST RAG 05 എന്ന് പറയുന്ന ഫോമിനകത്ത് ആ അപ്ലിക്കേഷൻ തന്നെ നമുക്ക് റിജക്ട് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്, റിവോക്കേഷൻ എന്ന് പറയുന്ന സാധനമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളിലോട്ട് കയറി വരുന്നത്. സിറ്റുവേഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയുമാണ് നമ്മുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളെല്ലാ മെറ്റീരിയലിനകത്തുള്ള ഏകദേശം എല്ലാ ഇല്ലുസ്ട്രേഷൻസും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രം മതി. അടുത്ത വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററായിട്ട് കാണാം. ഓക്കെ, ബൈ.